നമസ്കാരം. സ്തുതിച്ചിട്ടും മതിവരാതെ ലണ്ടനിലും മോദിയെ വാഴ്ത്തി തരൂർ. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നുമായിരുന്നു പരാമർശം. കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ലേഖനമെഴുതിയതിന് പിന്നാലെയാണ് വീണ്ടും മോദിയെ പുകഴ്ത്തി തരൂർ രംഗത്ത് വന്നത്. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. തരൂരിന്റെ വാക്കുകൾ BJP ആയുധമാക്കുമ്പോൾ നടപടി വേണ്ടെന്ന് വെച്ച് എത്ര നാൾ കോൺഗ്രസ് ഇതുപോലെ തരൂരിനെ ചുമക്കും? കോൺഗ്രസിൽ ഇനി ഒരു ഭാവിയുമില്ലെന്ന് ഉറപ്പിച്ചോ തരൂർ? പ്രവർത്തക സമിതി അംഗമായിരിക്കുമ്പോൾ തന്നെ BJP പാളയത്തിലായോ തരൂർ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഷിറാസ് ഖാൻ, കോൺഗ്രസ് അനുഭാവി കെ ഷാജി, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഷിറാസ് ഖാൻ, താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അനുഭാവികൾക്ക് ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്കൊക്കെ മുമ്പ് നോക്കിയാൽ തരൂർ ഒരു കോൺഗ്രസിന്റെ ഭാവി ഉള്ള നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന നേതാവ്, ഒരുപക്ഷെ തരൂരിലൂടെ ആയിരിക്കും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എന്നൊക്കെ നിങ്ങൾ ആശ്വാസം കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ആവർത്തിച്ച് മോദി സ്തുതിയുമായി തരൂർ വരുമ്പോൾ കോൺഗ്രസിലെ തരൂരിന്റെ ഭാവി അവസാനിച്ചു എന്നാണോ തോന്നുന്നത്? ഈ കോൺഗ്രസിലെ തരൂരിൻ്റെ ഭാവി എന്നതിനപ്പുറം കോൺഗ്രസിൻ്റെ ഭാവി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. തരൂര് കോൺഗ്രസിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണോ എന്ന ഒരു സംശയത്തിൻ്റെ പുറത്ത് കോൺഗ്രസ് വിട്ടു പോകാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നുന്നത്. ഈ അമിത ദേശീയതയുണ്ടല്ലോ, അമിത ദേശീയത എന്ന് പറയുന്നത് അതൊരു മാനസിക രോഗമാണ്. ആ ഒരു മാനസിക രോഗത്തിലേക്ക് തരൂര് ചെന്നെത്തിയിരിക്കുകയാണ്. ആ ഒരു മാനസിക രോഗത്തിൻ്റെ അവസാന വാക്കാണ് മോദിയിലേക്കുള്ളൊരു സ്തുതി എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അമിത ദേശീയത എന്ന് പറയുന്നൊരു സങ്കല്പമില്ല. കോൺഗ്രസിൻ്റെ ദേശീയത എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ഭാരതത്തിലെ ജനങ്ങൾക്കാണ്. മറിച്ച് ഇല്ലാത്ത സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇല്ലാത്തൊരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാൻ സ്വപ്നം കാണുന്നത് ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു മനുഷ്യന് ചേർന്ന രീതിയല്ല. 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു വലിയ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുമെന്നും ഇന്ത്യ കരുത്തരായ ഒരു സംവിധാനത്തിലേക്ക് മാറുമെന്നും കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ ചായ്വ് അവസാനിക്കുകയാണ് രാജ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന തൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില സവർണ ആശയങ്ങൾ ഒരു സാഹചര്യം ഒത്തുവന്നപ്പോൾ പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്നതിലപ്പുറത്തേക്ക് ശശി തരൂർ എത്തി. പക്ഷേ അവിടെ കോൺഗ്രസ് ഒരു ആത്മപരിശോധനയ്ക്ക് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ഇതിനകത്ത് 1948 വരെ ഡ്യുവൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഈ കാര്യം ചോദിച്ചത്, ഇന്നലെ അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസിനെ എല്ലാ കാലത്തും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വിധേയമാക്കാവുന്ന വിഷയത്തിൽ തരൂർ നിലപാട് പറഞ്ഞ അത് വിവാദങ്ങൾ അവസാനിക്കും മുൻപാണ് കോൺഗ്രസിന്റെ തന്നെ നയം, ഇടത് നയം മാറി ഉള്ള ദേശീയതയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു, കൂടുതൽ ശക്തമായിരിക്കുന്നു. മോദി ആ രീതിയിൽ വ്യക്തിപ്രഭാവമുള്ള പ്രധാനമന്ത്രിയാണ്, മോദിയുടെ നേതൃത്വത്തിലാണ് ഈ നേട്ടം എന്ന് ധ്വനിപ്പിക്കും വിധം തരൂർ ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത പ്രസ്താവന രംഗത്ത് വരുന്നു. അപ്പോൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അദ്ദേഹം തുടർച്ചയായ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്റെ ഭാവി അവസാനിച്ചു എന്ന് തരൂർ തന്നെ തീരുമാനിച്ചോ അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ, ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ച പോസ്റ്റുകൾ, അതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു സെക്യുലറിസ്റ്റ് ചിന്താഗതിയിൽ നിന്നും മാറി ഒരു തീവ്ര വലതുപക്ഷത്തിലേക്കുള്ളൊരു വ്യതിയാനം അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കുമ്പോൾ കോൺഗ്രസിന് ഇനി ഭാവിയുണ്ടോ, അപ്പോൾ എനിക്ക് ചേക്കാറാൻ പറ്റിയ ലാവണം ഏതാണ്,
അത് ഞാൻ സെലക്ട് ചെയ്യാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് മോദിയെ വെളുപ്പിച്ചെടുക്കുകയാണ്. മോദിയെ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഗോദ്ര കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണല്ലോ മോദി. അതല്ല എന്ന് എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പറ്റുമോ? അപ്പോൾ ഗോദ്ര കലാപത്തിലെ കുത്തിയെടുക്കപ്പെട്ട ഭ്രൂണങ്ങളോട്, എന്താ ഭ്രൂണാവസ്ഥയിൽ കുത്തിയെടുക്കപ്പെട്ട മാംസപിണ്ഡങ്ങളോട് ശശി തരൂരിന് എന്തെങ്കിലും വിധേയത്വമുണ്ടോ? ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കാലത്ത് പിന്തുണച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. കോൺഗ്രസിനകത്ത് ഒരു പാത കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യക്തി, അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷ അർപ്പിച്ച ആളാണ്. പക്ഷേ കോൺഗ്രസ് ചിന്താഗതിയിൽ നിന്നും മാറി നരേന്ദ്രമോദിയെപ്പോലെ ഗോദ്ര കലാപത്തിന് നേതൃത്വം കൊടുത്തയാൾ, അത്രയേ ഉള്ളൂ. അദ്ദേഹം ഈ പറയുന്ന ശശി തരൂരിന് ചരിത്രം അറിഞ്ഞാത്തതുകൊണ്ടല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലം. ഒരു കാര്യം കൂടി, ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സർവേ ഫലം റീട്വീറ്റ് ചെയ്തിരുന്നുവല്ലോ. അതിൽ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് പ്രവചിച്ചത് അദ്ദേഹം തന്നെ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം എന്ന നിലയിൽ അത് റീട്വീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിന് താൻ അർഹനാണ് എന്ന തരത്തിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു അതിലൂടെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. അതിനുശേഷം ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചിരുന്ന, അദ്ദേഹത്തിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആളുകളുടെ പിന്തുണ പോലും ഇല്ലാത്ത തരത്തിലേക്ക് തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വരുന്ന ഒരു സാഹചര്യം, അത് ഒരിക്കലും യോജിച്ചു പോകില്ലല്ലോ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടാകണം. അതുകൂടി, ആ അടിത്തറ കൂടി നശിപ്പിക്കുന്നതാണോ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്പേസിൽ അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. മറിച്ച് അദ്ദേഹം മറ്റൊരു പഴയ ഇന്നസെൻറ്റിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ഈപ്പച്ച മുതലാളി വന്നിട്ടുണ്ട്, നിങ്ങൾ നിർബന്ധിച്ചാൽ സ്റ്റേജിലിരിക്കാം എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു സർവേ നടത്തിയിട്ട് ഞാനാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹം അയോഗ്യനാണ് എന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ യോഗ്യത, കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത ഗോദ്ര കലാപകാരിയെ പിന്തുണച്ചതോടുകൂടി ഇല്ലാതാവുകയാണ്. ആ പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിസാം സെയ്ദ്, ഇവിടെ ഹൈക്കമാൻഡ് ഇപ്പോഴും അവഗണിക്കുക തരൂറിനെ എന്ന നിലപാടിലാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ AICC പ്രതികരിക്കും, മറ്റുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ തരൂരിൻ്റെ ഓരോ വാക്കുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് BJP. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനമായാലും ഇന്നത്തെ പരാമർശമായാലും മോദിയുടെ ഓഫീസ് തന്നെ റീട്വീറ്റ് ചെയ്ത ലേഖനമായാലും ഒക്കെ അവർ അത് അവരുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. കോൺഗ്രസ് ബന്ധം തരൂർ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണോ ഇത്? കോൺഗ്രസും തരൂരും തമ്മിലുള്ള ബന്ധം അപരിഹാര്യമാം വിധം അവസാനിച്ചു എന്ന് കരുതാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ശശി തരൂർ നൽകുന്നത്. ഒരു വശത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ നയങ്ങളെ വിരുദ്ധമായി പ്രസ്താവന നടക്കുന്നു, നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന നടക്കുന്നു, ലേഖനങ്ങൾ എഴുതുന്നു. അതേസമയം തന്നെ നമുക്കറിയാം, അദ്ദേഹം ഒരു സർവേ പുറത്തുവിട്ടിരിക്കുന്നു. ആ സർവേയിൽ ഏറ്റവും കോൺഗ്രസിൽ നിന്നും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ താനാണ് എന്ന് അദ്ദേഹം തന്നെ റീട്വീറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ അസേർട്ട് ചെയ്തിരിക്കുന്നു. അത് കോൺഗ്രസിലെ തന്റെ സാധ്യതകൾ ഇനിയും അവസാനിച്ചതായി അദ്ദേഹം കരുതുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തന്റെ സാന്നിധ്യം, തന്റെ വില കോൺഗ്രസിനുള്ളിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം നടത്താൻ ഇനിയും അദ്ദേഹം തുനിഞ്ഞേക്കും എന്നാണ് ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, ഈ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള സിഗ്നൽസിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം നമുക്കറിയാം, അദ്ദേഹം ഒരു കരിയർ ബ്യൂറോക്രാറ്റാണ്. അദ്ദേഹം ദീർഘകാലം അദ്ദേഹം ഡിപ്ലോമാറ്റ് ഒന്നും ആയിരുന്നില്ല, അദ്ദേഹം UN ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹം നിരന്തരമായ ഉയർച്ചകൾ നേരിട്ടുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കരിയർ സ്റ്റാഗ്നേഷൻ ഉണ്ടായിരിക്കുന്നു. ആ കരിയർ സ്റ്റാഗ്നേഷനിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും എന്ന് സ്വാഭാവികമായി അദ്ദേഹം ആരായുന്ന ഒരു ഘട്ടമാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഇനി തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയും, അതിനുള്ള ബാല്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വിജയം നേടുന്നത്. അതോടുകൂടി തകർന്നു വീണത് താൻ നയിക്കുന്ന മുന്നണിയെ കേരളത്തിൽ വിജയത്തിലേക്ക് നയിക്കാനുള്ള കഴിവും ജനപിന്തുണയും തനിക്കുണ്ട് എന്ന പൊതുധാരണയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ജയം കഷ്ടത്തിലായപ്പോൾ, വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ
അദ്ദേഹത്തിന് ഒരു മുന്നണിയെ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഇത് കേരളത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല പല സർവേകളിലുമൊക്കെ അദ്ദേഹം മുന്നിൽ വന്നെങ്കിലും ഈ സർവേകളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന് പോലും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യമായത്. അതായത് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് നമ്മൾ കരുതുന്ന അപ്പർ മിഡിൽ ക്ലാസ് സിറ്റി മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം വളരെയേറെ പുറകിൽ പോയി. അവിടെ കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വിജയിച്ചത് മത്സ്യത്തൊഴിലാളികളും ന്യൂനപക്ഷങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെ പിന്തുണകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് UDF-നെയോ കോൺഗ്രസിനെയോ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന കരിഷ്മ ഇപ്പോൾ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഈ സർവേ തന്നെ പുറത്തു വന്നതിൽ അദ്ദേഹത്തിന് ചില പങ്കുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയുമായി ഇപ്പോൾ ഒരു വാർ ഓഫ് അട്രിഷൻ എന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ആരാദ്യം പറയും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കോൺഗ്രസ് തന്നെ പുറത്താക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ലോക്സഭാംഗമായി തുടരാം. അതിനുള്ള അവസരം കോൺഗ്രസ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അതല്ല അദ്ദേഹം സ്വയം പുറത്തു പോകുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വം നഷ്ടമാകും. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ലോക്സഭാംഗം നഷ്ടമാക്കി ചെയ്യട്ടെ എന്നുള്ള വികാരത്തിലേക്ക് കോൺഗ്രസ് വരുന്നു. അതുപോലെ കഴിയുന്നത്ര അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ശശി തരൂരിനെ പുറത്ത് കളയാതിരിക്കുക, ശശി തരൂരിന്റെ പ്രസ്താവനകളെ അവഗണിക്കുക എന്നുള്ള ഒരു നയമായിരിക്കും സ്വാഭാവികമായി കോൺഗ്രസ് എടുക്കുന്നത്. ഒന്നുകിൽ ഇപ്പോൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടും വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ തരൂരിനെ തുടരാൻ അനുവദിക്കുക എന്നുള്ളത്. പക്ഷെ തരൂരിന് BJP-യിൽ ചേരാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. തരൂര് നിലപാടുകളിൽ അങ്ങനെ ഉറപ്പുള്ള വ്യക്തിയൊന്നുമല്ല. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ശ്രീ നിസാം സയ്യിദ്, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അവസാനിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നില്ല. അദ്ദേഹം ആ ഒരു പ്രഷർ ചെലുത്തുകയാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. നോക്കൂ, ഇപ്പോൾ ദേശീയ വിഷയങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ന്യായീകരണങ്ങൾ ഒരു പരിധിവരെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ അത് മോദി സ്തുതിയിലേക്ക് മാറിയിരിക്കുന്നു. അത് മാത്രവുമല്ല, അടിയന്തരാവസ്ഥ പോലെയുള്ള വിഷയങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ, സഞ്ജയ് ഗാന്ധിയെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയാണ്. അതിനൊടുവിൽ ഇപ്പോൾ ജനാധിപത്യം പുലരുന്നതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. ഇന്നും സമാനമായ ഒരു പ്രസ്താവനയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന തരത്തിൽ ഉണ്ടായത്. അപ്പോൾ അതൊന്നും അപരിഹാര്യമായ കാര്യങ്ങളാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി യോജിച്ചു പോകേണ്ടുന്ന ഒരു പ്രവർത്തക സമിതി അംഗം പറയേണ്ടുന്ന വാക്കുകളും കാര്യങ്ങളുമാണോ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അടിയന്തരാവസ്ഥയെ ശശി തരൂർ വിമർശിക്കുന്ന ആദ്യമായിട്ടല്ല. ശശി തരൂർ ഒരു പ്രോമിനൻസിലേക്ക്, ഒരു പ്രാധാന്യത്തിലേക്ക് ആദ്യം വരുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന നോവലിലൂടെയാണ്. ആ നോവലിൽ ഇന്ദിരാഗാന്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ദുര്യോധനായാണ്. സഞ്ജയ് ഗാന്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മ്ലേച്ഛമായാണ്. ആ നിലപാടുകളൊക്കെ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു. പിന്നീട് ആ നിലപാടുകളൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ആ നിലപാടുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പണ്ടത്തെ തരൂരുമല്ല. ഞാൻ ആവർത്തിച്ചു ചോദിച്ചുവല്ലോ, പ്രവർത്തക സമിതി അംഗമായിരിക്കുന്ന തരൂരാണ് ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടുന്ന കോൺഗ്രസ് സംഭവിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് മുമ്പ് സെന്റർ, ലെഫ്റ്റ് ഓഫ് സെന്റർ, റൈറ്റ് ഓഫ് സെന്റർ, ഈ മൂന്ന് ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി കടന്നു വന്നതോടുകൂടി രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ വളരെ അധികം ഒരു റീഡിഫൈൻ ചെയ്തോടി കോൺഗ്രസ് ഇപ്പോൾ പ്രത്യക്ഷമായും ഒരു ഇടതുപക്ഷ ലെഫ്റ്റ് ഓഫ് സെന്റർ പാർട്ടിയാണ്. ആ ലെഫ്റ്റ് ഓഫ് സെന്റർ പാർട്ടിയിൽ ശശി തരൂര് ഒരു കാലത്തും ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ ഐഡിയോളജി ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം എപ്പോഴും സെൻട്രിസ്റ്റോ റൈറ്റ് ഓഫ് സെന്ററോ ആയ ഐഡിയോളജി ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഈ പാർട്ടിക്ക് കോൺഗ്രസിനകത്ത് നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങളുമായി ഒത്തുപോകുന്നതല്ല. അദ്ദേഹം എക്കാലത്തും ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിനോട് സംവദിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും ഇന്റർനാഷണൽ ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സ്വാഭാവികമായി പുകഴ്ത്തി പറയുക, ഇന്ത്യയുടെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കുക എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹം എന്നും കരുതുന്നത്. ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നും ഇന്നും അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല. അദ്ദേഹം ഈ വിശ്വ പൗരൻ എന്നൊക്കെ നമ്മൾ വിളിച്ച് അതിനെ അദ്ദേഹം വളരെ സീരിയസ് ആയി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് അമേരിക്കയിലെ
വാഷിംഗ്ടണിലോ ഇരുന്ന് UN ആസ്ഥാനത്തിരുന്നോ അല്ലെങ്കിൽ മറ്റു ദേശീയ രാഷ്ട്രങ്ങളുടെ ക്യാപിറ്റലുകളിൽ ഇരുന്നോ ഒക്കെയാണെന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഓഡിയൻസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് ഓഡിയൻസിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ഇനിയും കഴിയുന്നു. അദ്ദേഹത്തിന് ഇതിനൊക്കെ അവസരമുണ്ടായത് തിരുവനന്തപുരം പോലെയുള്ള വളരെ പിന്നോക്കമായ ഒട്ടേറെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകനായി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുള്ളതാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകാതെ അദ്ദേഹം ഇപ്പോഴും വിശ്വപൗരൻ എന്നൊക്കെ ഇങ്ങനെ ചമഞ്ഞു കളഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ സാധ്യതകളെ കുറിച്ച് ആരായും. പക്ഷേ അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന് വളരെ ന്യായമായ ചില ആവലാതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ലോക്സഭയിൽ പ്രസംഗിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. ലോക്സഭയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്നില്ല. ലോക്സഭയിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തതിന് കോൺഗ്രസിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകൾ തന്നെയാണോ പറയുന്നത്, പല കാര്യങ്ങളും പറയുന്നതെന്ന് കോൺഗ്രസിന് തന്നെ സന്ദേഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതലായി പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് സംസാരിച്ച് പരിഹരിക്കാൻ ഇനിയും അവസരമുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇരുഭാഗവും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി, വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നതാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞത്. അദ്ദേഹം ഈ കേരളത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കി ബുദ്ധിമുട്ടണ്ട എന്ന തരത്തിൽ. ഇന്നലെ സർവേയുടെ വാർത്തകൾ കൂടി വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ തരൂർ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലുളവാക്കിയിരുന്നു. അദ്ദേഹം NSS ആസ്ഥാനത്ത് പോകുന്നു, കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നു, പാണക്കാട് പോകുന്നു, ലീഗ് നേതാക്കളുമായിട്ട് അങ്ങനെ മുന്നണി ബന്ധം ഉറപ്പിക്കുന്നു, കൂടുതൽ പേരുടെ പിന്തുണ തേടുന്നു. യൂത്ത് കോൺഗ്രസിലും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു എന്നതൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ വിട്ടിപ്പോൾ തരൂർ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാണിക്യം ടാഗോർ വീണ്ടും അദ്ദേഹത്തെ പക്ഷി ട്വീറ്റുമായി ബന്ധപ്പെടുത്തി ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. BJPയുടെ തത്തയായി മാറി തരൂർ എന്ന നിലയിലാണ്. അങ്ങനെ ഒരു മാറ്റം തരൂരിൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ എങ്ങനെ നിരീക്ഷിക്കും? തരൂരിൻ്റെ മാറ്റം വളരെ പ്രകടമാണ്. തരൂരിൻ്റെ സംസാരത്തിലും പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലും ഫേസ്ബുക്ക് മെസ്സേജുകളിലും ഒക്കെ അത് കാണാം. അത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം, ദേശീയത എന്നീ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു BJP ലൈനിലുള്ള ഒരു രീതിയാണ്, സംസാര രീതിയാണ്. ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്, അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, പറയുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതാണ് അതിന് കാരണം. അത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് അറിയാം, നന്നായിട്ട് അറിയണം. അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ആളാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യവും തന്നെയാണത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം വർക്കിംഗ് പ്രവർത്തക സമിതി അംഗമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ തരൂർ ഇങ്ങനെ അന്താരാഷ്ട്ര വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ ഭരണകക്ഷിയെക്കുറിച്ചാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല, അത് സംശയമൊന്നുമില്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണത് പറയുന്നത്. പക്ഷെ അത് പറയാനൊരു കാരണങ്ങൾ പലതാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം തരൂർ ഇപ്പോഴും വളരെയധികം ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വില അറിയാം. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിൻ്റെ വില അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് തന്നെയല്ല, ഇദ്ദേഹം ഒന്നും വളർന്നു വന്നാൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടത്തില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുണ്ട്. ഡൽഹിയിലെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ട് ശശി തരൂരിനെ അധികാരത്തിലേക്കെന്നല്ല, ഒരു പ്രസംഗവേദിയിലേക്ക് പോലും അടുപ്പിക്കാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല. അകറ്റി നിർത്തുക അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്. ലോക്സഭാ അംഗമാണ്. ലോക്സഭാ അംഗമായ ശശി തരൂരിനെ ലോക്സഭയിൽ നിന്ന് പ്രസംഗിക്കാൻ വേദി കൊടുക്കില്ല. അതൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി
നിർബന്ധമായിട്ട് തരൂരെങ്ങനെ പ്രസംഗിക്കണ്ട, തരൂരെങ്ങനെ ആളാകണ്ട എന്ന് പറയുന്നവർ ഒരിക്കലും തരൂരിൻ്റെ എന്നല്ല ആളാകാനേ പറ്റാത്ത നേതാക്കന്മാരാണെന്ന് ഓർക്കണം. കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതാണ് കോൺഗ്രസിൻ്റെ ശാപം. ഇന്ന് കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറയുന്നത് തരൂരിനെ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല, ഒരു ആളത്വമില്ലാത്ത, ഉയർച്ചയില്ലാത്ത, വലിപ്പമില്ലാത്ത നേതാക്കൾ. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ആ നേതാക്കളാണ് കോൺഗ്രസിനെ പോലെ ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ വേണ്ട എന്ന് പറയുന്നത്. വളരെ നിർഭാഗ്യകരമാണിതെല്ലാം. ഞാൻ എപ്പോഴും ശശി തരൂരിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നയാളാണ്, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ശശി തരൂരിൻ്റെ സംസാരം ഒരിക്കലും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന്, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്, നേതാവാണ്, സമുന്നതനായ നേതാവാണ്. പക്ഷേ ആ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇത് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ജോലി അതല്ല, അദ്ദേഹത്തിൻ്റെ കർമ്മം അതല്ല. ആ കർമ്മപഥം തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലിരിക്കാൻ അർഹതയില്ല. എന്നിട്ട് അദ്ദേഹം BJP-യിൽ പോകുമെന്നോ, നാളെ നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുമെന്നോ, കാവിക്കൊടി പൊതിക്കുമെന്നോ, കാവിക്കൊടി എന്ത് ചെയ്യുക സ്ത്രീയെയും കൊണ്ട് നടക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല, അങ്ങനെ കണക്കാക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. ആത്യന്തികമായിട്ട് കുറേ ദിവസങ്ങളായി ശശി തരൂരിൻ്റെ ക്ലാരിറ്റി അദ്ദേഹത്തിന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ശശി തരൂരിന് കൈമോശം സംഭവിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. തിരുത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടതുമാണ്. ശ്രീ കെ ഷാജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ ഷാജി, തരൂരിന് തന്നെയാണോ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്? തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കേരള സ്വപ്നങ്ങൾ അവസാനിച്ചോ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നത് അദ്ദേഹം ഉറപ്പിച്ചോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയം അത് ടീം കോൺഗ്രസ് വിജയം ആണ് എന്നതായിരുന്നു, ടീം UDF-ന്റെ വിജയം എന്നതായിരുന്നു ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞത്. ആ ടീമിൽ പക്ഷേ തരൂരില്ല. തരൂർ ഒരൊറ്റ ദിവസം പോലും പോയിട്ടില്ല, ഒരൊറ്റ ദിവസം പോലും അവിടെ ചെന്ന് വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ വലിയ വിജയം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു പോകുന്ന UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം അവിടെ നേടി. അപ്പോൾ ആ ടീമിൽ താൻ ഇല്ല എന്ന് ഉറപ്പിച്ചാണോ തരൂർ ഈ വിധത്തിൽ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കേരള സ്വപ്നങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് സ്വപ്നങ്ങളും ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. അത് കൃത്യമായി മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ കോൺഗ്രസിന് തനിക്ക് ഭാവിയില്ല, കുറെ കൂടി മെച്ചപ്പെട്ട പല സാധ്യതകളും കോൺഗ്രസിന് പുറത്ത് മോഡിയുടെ അടുത്ത് ചെന്നാൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. മൊത്തം ഉത്തരവാദിത്തങ്ങൾ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും തലയിൽ കെട്ടിവെക്കാനും കോൺഗ്രസിന് കൂടി അതിലുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാനും പണ്ടത്തെ ചേരികളൊക്കെ ഇടിച്ചു നിർത്തിയ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചപ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം അദ്ദേഹം പറയാതെ പറഞ്ഞു. അതായത് ഒരുപാട് ആളുകൾ, കോൺഗ്രസിനോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവാം, രാഷ്ട്രീയമായി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടാവും, ഇടതുപക്ഷ പാർട്ടികളുടെ ആളുകളുണ്ട്. ഇവരൊക്കെ അടിയന്തരാവസ്ഥ എതിർക്കുമ്പോഴും പറയുന്നത് ഇന്നൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ട്, അന്നത്തേതിന് സമാനമോ അന്നത്തേതിനേക്കാൾ ഭീകരമോ ആയിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ പേരിട്ട് വിളിക്കപ്പെടാതെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ശശി തരൂർ അതിനെക്കുറിച്ച് ഒരു ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം ഒരു പ്രതിപക്ഷ MP ആണ്. പ്രതിപക്ഷ MP ആയ അദ്ദേഹം ഏതു തരത്തിലാണ് കോൺഗ്രസിനോ വിശാല പ്രതിപക്ഷത്തിനോ ഗുണം ചെയ്യുന്ന ഏതെങ്കിലും കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അപ്പൊ കുറെ നാളുകളായി അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കുറെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നതിന് മുന്നോടിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊക്കെ മത്സരിച്ച് തോറ്റ് നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ആദ്യം സമീപിച്ചത് കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിന്റെ ഒപ്പം തന്നെ BJP-യെ സമീപിച്ചു, CPM-നെ സമീപിച്ചു. ആ മറ്റു രണ്ട് പാർട്ടികളിൽ നിന്നുള്ള ഓഫർ മോശമായപ്പോ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ഓഫർ കോൺഗ്രസ് കൊടുത്തപ്പോൾ മേടിച്ചു. അന്നൊക്കെ പെട്ടെന്ന് MP ആയി, മന്ത്രിയായി, അങ്ങനെ അദ്ദേഹത്തിന് ആ പാക്കേജ് ഗുണം ചെയ്തു. ഇനി ആ ഒരു പാക്കേജിൽ തുടർന്നു പോകുന്നത് കൊണ്ട് തനിക്ക് ഗുണമില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ മറ്റൊരു വട്ടം കൂടി തിരുവനന്തപുരത്ത് തിരുത്ത് മത്സരിക്കാനില്ല, മറ്റൊരു വട്ടം കൂടി അദ്ദേഹം ജയിക്കില്ല. ഇനി BJP-യുടെ സ്ഥാനാർത്ഥിയായി തന്നെ നാളെ തരൂർ ഇവിടെ വന്നാലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അഗ്നിവൽക്കരണം അദ്ദേഹവും ഈ മണ്ഡലവുമായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാലോ, കഴിഞ്ഞ ഇപ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് പോയ അദ്ദേഹം എത്ര തവണ തിരുവനന്തപുരത്തെ അദ്ദേഹം ജയിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾക്ക്, സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുണ്ട്, ആക്സസിബിൾ ആയിട്ടുണ്ട്. എപ്പോഴും എല്ലാ കാലത്തും അദ്ദേഹത്തെ എല്ലാ കാലം ജയിപ്പിച്ച ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ പോലും ലോക്കൽ MP-യെ കിട്ടുന്നില്ല.
ഇപ്പൊ ലോക്കൽ MP വിശ്വപൗരനായി ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷിയാവുന്നുണ്ട്, തത്തയാവുന്നുണ്ട്, പലതും ആവുന്നുണ്ട്. പക്ഷേ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒന്നുമായിട്ടില്ല. അങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് തനിക്ക് ഒരു സർവേ നടന്നിട്ടുണ്ട് എവിടെയോ, ആ സർവേയുടെ ഫലമനുസരിച്ച് താനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യൻ. അപ്പൊ അതുപോലും അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ള ലെവലിലല്ല, മറിച്ച് അതുകൂടി പറഞ്ഞ് കോൺഗ്രസിന്റെ ഉള്ളിൽ തനിക്കെതിരെ ഒരു വികാരമുണ്ടാക്കി എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ പുറത്താക്കി തരണേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത കൂട്ടിലേക്ക് ചേക്കാറായി പെരിയ പക്ഷിക്ക് സ്വതന്ത്രമായി പറക്കാൻ പോവുകയാണെന്ന് പറയുന്ന പക്ഷി വാസ്തവത്തിൽ മറ്റൊരു കൂട്ടിൽ ചേക്കേറാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ചേക്കേറാൻ പോകുമ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിന് ഗുണം ചെയ്യുന്ന രീതിയിൽ തനിക്ക് ഇത്ര നാളും തന്റെ കൂടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തിക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രാദേശികമായിട്ടും ദേശീയ തലത്തിലായാലും തരൂരിനെതിരെ സംസാരിച്ചാൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി അദ്ദേഹത്തിന് മോദിയുടെ ഭാഗത്തേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം മറ്റു പല നേതാക്കന്മാരെ അപേക്ഷിച്ച് തരൂരിനെ സംബന്ധിച്ചോളം തരൂരിന് യാതൊരു തരത്തിലുള്ള ഐഡിയോളജിക്കൽ ബാഗേജും കയ്യിലില്ല. ഏത് പക്ഷത്താണോ എവിടെയാണോ ഡീൽ ഉറപ്പിക്കുന്നത് അവിടേക്ക് പോവാം. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അദ്ദേഹം കിടന്ന ഇടതുപക്ഷ സർക്കാരിനെ പോലും ഭയങ്കരമായി പ്രശംസിച്ച ചില കാര്യങ്ങളുണ്ട്. ആ പ്രശംസിക്കുമ്പോൾ പോലും അതിൽ കൂടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കടുത്ത സോഷ്യലിസ്റ്റ് വിരുദ്ധതയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തന്നെ അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ചില ഇടതുപക്ഷ നയങ്ങളിലേക്ക് വഴുതി പോകുന്നതിലേക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കൃത്യമായി അദ്ദേഹം പൊസിഷൻ ചെയ്യുന്നത് താൻ ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ആളാണ്, തീവ്ര വലതുപക്ഷത്തിന്റെ സഹയാത്രികനാണ്, താത്കാലികമായ ഒരു വിനോദ സഞ്ചാരിയെ പോലെ കോൺഗ്രസിലൂടെയും നമ്മുടെ ഒരു സെക്കുലർ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയി എന്നേ ഉള്ളൂ. മറുവശത്താണ് അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത, ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ കൂടുതൽ സ്വീകാര്യത വരാൻ പോകുന്നത് അവിടെയായിരിക്കും. കാരണം ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം BJP RSS ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലോകതലത്തിൽ കാണിക്കാൻ പറ്റുന്ന വലിയ നേതാക്കന്മാരൊന്നുമില്ല. അവരുടെ മന്ത്രിമാർക്കൊന്നും മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വലിയ തിളക്കത്തോടെ സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരാനോ പറ്റുന്ന ആളുകളില്ല. പക്ഷെ അവിടെ ആ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ സംഘപരിവാറിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതല്ല കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പുനരധിവാസം ആവശ്യമുണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇതിനെ അവർക്ക് ആ കൂടി വേണ്ടത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വലിയ പ്രതിഷേധത്തിനെതിരെ ഉണ്ടാവുക, കോൺഗ്രസിനുള്ളിൽ എല്ലാവരുടെയും അദ്ദേഹത്തെ പുറന്തള്ളുന്ന രീതിയിലുള്ള രീതികൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് രക്തസാക്ഷി ചമഞ്ഞുകൊണ്ട് മറുവശത്തേക്ക് പോകാൻ പറ്റും. ശരി, ആ രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയാണ് ആവർത്തിച്ച് തരൂരിന്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ആ നീക്കത്തിൽ വീഴേണ്ട എന്ന ഒരു നിലപാട് AICCയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവഗണിക്കുക എന്നതാണ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും AICC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് ശ്രീ ഷിറാസ് ഖാൻ, എന്തുകൊണ്ടാണ് തരൂർ ആവർത്തിച്ച് ഈ രീതിയിൽ വാർത്തകളിൽ നിറയുന്നത്? തരൂരിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രകോപനം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ ഡെലിഗേഷൻ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ഡെലിഗേഷനെ തീരുമാനിക്കുമ്പോൾ അവിടെ തരൂർ സ്വമേധയാ കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ, ഒരു ഡെലിഗേറ്റ് ആയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ ആരും ക്ഷണിച്ചില്ല, ഒരു മെസ്സേജും ഒരു മിസ് കോളോ പോലും കണ്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു നിർണായകമായ ദിവസം തുറന്നു പറയേണ്ടി വന്നു തരൂരിന്. അദ്ദേഹം അപ്രസക്തനായി പോയി എന്ന തോന്നലിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നോ നേതൃത്വങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ? അതുണ്ടായിരുന്നുവെങ്കിൽ തരൂർ ഈ രീതിയിൽ പാർട്ടിക്ക് ഒരു ബാധ്യതയാകുമായിരുന്നു? അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് പാർട്ടി കടന്നു പോവുകയാണ്. കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. രാഷ്ട്രീയ ബോധമില്ലാത്ത വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ ആ നിലയിൽ അവതരിപ്പിച്ച് നിർത്തുവാൻ പാർട്ടിക്കാവണം. അതിന് പാർട്ടിക്ക് ശക്തമായ ഒരു കെട്ടുറപ്പ് വേണം. ഇവിടെ രാവിലെ എണീക്കുമ്പോൾ ചുറ്റിനും നിൽക്കുന്ന സ്തുതിപാഠകരെ മാത്രം കണ്ട് അവരെ മാത്രം കേൾക്കുന്ന നേതാക്കന്മാർക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ നിലപാടുകൾ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് സമീപനം എടുക്കുവാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്തുതിപാഠകരുടെ ഒരു പാർട്ടിയായി മാറി. സ്തുതിപാഠകരായ കുറേ നേതാക്കന്മാരുടെ, അത് കേൾക്കുന്ന നേതാക്കന്മാരുടെ പാർട്ടിയായി മാറി. ഇവിടെ പ്രസ്ഥാനം വേണ്ട, ഞാൻ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. എനിക്ക് മുഖ്യമന്ത്രിയാവണം, എനിക്ക് അതാവണം, എനിക്ക് നേതാവണം എന്നല്ലാതെ ഇവിടെ പാർട്ടി വേണമെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു. മാനിപ്പുലേറ്റഡ് നേതാക്കന്മാർ മാത്രമുള്ളൊരു പാർട്ടി. അണികൾ നഷ്ടപ്പെട്ടു പോയ അണികളില്ലാത്തവരെ നേതാക്കന്മാരായി അവതരിപ്പിക്കുന്നൊരു പാർട്ടി. ആ പാർട്ടിക്ക് ശശി തരൂരിനെ പോലെയുള്ളവരെ പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിർത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ തരൂരിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നത്
തരൂർ പറയുകയാണ് കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ വീക്ഷണത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടു എന്ന സെൻറ്റൻസ് പറഞ്ഞതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തരൂർ അക്ഷരാർത്ഥത്തിൽ പുറത്തു പോയിരിക്കുകയാണ്. അതെന്താ നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തത്? കോൺഗ്രസ്സിന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമില്ലേ? കോൺഗ്രസ്സിന് ഒരു ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ലേ? അതൊക്കെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പറ്റും. കോൺഗ്രസ്സിന് BJPയെ പോലെ ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതി കൊണ്ടുവരാൻ പറ്റില്ല. കാവിക്കൊടിയുടെ തണലിൽ കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാർ വേണ്ട, അവർ ഇതിനകത്തേക്ക് കടന്നു വരണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന സംഘടനാ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു രാഹുൽ ഗാന്ധി മാത്രം സംസാരിച്ചതുകൊണ്ട് കാര്യമായോ? ഈ പാർട്ടി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയല്ലേ? എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈ പാർട്ടിക്ക് കഴിയണ്ടേ? കപിൽ സിബലിനെ പോലെയുള്ളവർ, ഗുലാം നബി ആസാദിനെ പോലെയുള്ളവർ, അവർ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എന്ന് ഒന്ന് ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. സാധാരണ പ്രവർത്തകൻ്റെ വികാരം ചൂഷണം ചെയ്ത് ചില ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ തിന്ന് നശിപ്പിക്കുകയാണ്. അത് തിരിച്ചറിയുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ പാർട്ടി തകർന്നു പോകും. ഈ തരൂരിനെ പോലെയുള്ളവർ വരും പോകും. അവരൊക്കെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കടന്നു വരുന്നവരാണ്. കോൺഗ്രസ്സിന് അധികാരം ഉണ്ടായിരുന്നപ്പോൾ തരൂർ വന്നു. കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസ്സിനെ അധികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ളൊരു പ്രവർത്തനം നടത്തുവാൻ തരൂർ തയ്യാറാകണമായിരുന്നു. തരൂർ ഇന്ത്യയിൽ മോദിയുടെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് പറയുവാൻ തരൂർ തയ്യാറാകണമായിരുന്നു. ഇന്ത്യയിൽ സെക്യുലറിസത്തിൻ്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ട് ഒരു തീവ്ര ഹിന്ദുത്വ പൊളിറ്റിക്സ് മോദി അവതരിപ്പിക്കുകയാണ്, അതിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിറ്റുനിരക്കുകയാണ് എന്ന് പറയുവാൻ ശശി തരൂർ തയ്യാറാകണമായിരുന്നു. 96,000-ൽ പരം കോടി രൂപ SBI പോലെയുള്ള ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളിയ കാര്യം ജനങ്ങളോട് പറയുവാൻ തരൂർ തയ്യാറാകണമായിരുന്നു. അതൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ മോദി വന്നതിന് ശേഷമുള്ള അടിസ്ഥാന നയങ്ങൾ മാറിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ ഒരു ദേശീയതയാണ് BJP സർക്കാരിന് കീഴിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. കേന്ദ്രീകൃത ഭരണത്തിൽ BJP വിശ്വസിക്കുന്നു, അതിന്റെ നേട്ടങ്ങൾ രാജ്യത്തിന് ലഭിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടും പുകഴ്ത്തിയിട്ടും മതിയാകാതെ തുടരുകയാണ് തരൂരിന്റെ പ്രസ്താവനകൾ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിസാം സെയ്ദ്, ഇവിടെ ഇപ്പോൾ നടപടി വേണം എന്ന ആവശ്യം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. തരൂരിന് ശ്വാസം മുട്ടുകയാണെങ്കിൽ പാർട്ടി വിട്ടു പൊയ്ക്കോളൂ എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഏത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ വെട്ടണമെന്നാണ് ചൊല്ല് എന്ന് KC ജോസഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദേശീയ തലത്തിലും പലരും അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. BJPയുടെ തത്തയാണ് തരൂർ എന്ന് ഒരു പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കോൺഗ്രസിന്റെ വക്താവിന് സംസാരിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവഗണിച്ച് മുന്നോട്ട് പോകാമെന്ന AICCയുടെ തീരുമാനം നല്ലതാണോ? അത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതാണോ? PMO ഓഫീസ് മുതൽ BJP വക്താക്കൾ ഓരോരുത്തരും തരൂരിന്റെ ട്വീറ്റുകളും തരൂരിന്റെ പ്രസ്താവനകളും എടുത്തു കാണിച്ച് കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടാണ്ടിരുന്നാൽ മതിയോ? ഞാൻ ലേഖനം വായിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ മതിയോ നേതാക്കൾക്ക്? വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന്റെ നിലപാടുകളെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് കേരളത്തിലെ നേതാക്കന്മാരാണ്. കേരളത്തിലെ നേതാക്കന്മാർ സ്വാഭാവികമായും പല അഭിപ്രായങ്ങളും വ്യക്തിപരമായ രീതിയിൽ പറയുമെങ്കിലും പാർട്ടിയുടെ പൊതു സമീപനത്തെ, പാർട്ടിയുടെ പൊതു നയത്തെ അത് സ്വാധീനിക്കുമെന്ന് കരുതാൻ കഴിയാം. പാർട്ടി ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഒന്ന് മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ അങ്ങനെയുള്ള ഏറ്റവും മുതിർന്ന ആളുകൾക്ക് മാത്രമേ ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ബാക്കി നിലപാടുകൾക്കൊന്നും, ബാക്കിയുള്ള അഭിപ്രായങ്ങൾക്കൊന്നും എന്തെങ്കിലും പ്രസക്തിയുണ്ട് എന്ന് കരുതുന്നില്ല. ശശി തരൂര് ഈ നിലപാടുകളൊക്കെ എടുക്കുന്നതിൽ എന്തെങ്കിലും പുതുമയുണ്ട് എന്ന് നമുക്ക് കരുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ ശശി തരൂരിന് BJPയിലേക്ക് പോകണമെങ്കിൽ താൻ ഇന്നേ വരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കാര്യം ശശി തരൂര് നമുക്കറിയാം നരേന്ദ്രമോദിയെ കുറിച്ച് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നൊരു പുസ്തകം എഴുതിയ ആളാണ്. ആ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്
നരേന്ദ്രമോദി എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, ആ ഒരു നിലപാടുകളും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്റെ ഭരണക്രമത്തിൽ നടപ്പാക്കാത്ത, തന്റെ നിലപാടുകളോട് തന്റെ ദർശനങ്ങളിൽ നിന്ന് താൻ അവതരിപ്പിക്കുന്നതിനോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം എന്നാണ് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ ശശി തരൂർ പറയുന്നത്. ഇന്നത് അദ്ദേഹം മാറ്റി പറയുന്നതെന്ന് അറിയത്തില്ല. പല ഭീകരാക്രമണങ്ങളെ അദ്ദേഹം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം നിഷേധിക്കുന്നു, അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. തുടർന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു പുസ്തകം നിറയെ ആരോപണം ഉന്നയിച്ച ആളാണ് ശശി തരൂർ. അപ്പൊ ആ ശശി തരൂരിന് ഇന്നിപ്പോ മോഡിയെ പുകഴ്ത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശശി തരൂരിന്റെ നിലപാടുകളിൽ സ്ഥിരതയുള്ള ആളൊന്നുമല്ല. പക്ഷെ അതേസമയം നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഷാജി സൂചിപ്പിച്ചു, അതായത് പ്രതിഭാ ദാരിദ്ര്യമുള്ള, നേതൃത്വപരമായ പ്രതിഭാ ദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനേക്കാൾ പ്രധാനമായി ഇന്ത്യയുടെ വിദേശ നയം ഇപ്പോൾ ജയശങ്കർ, ഇന്ത്യയുടെ വിദേശ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയം വലിയ പരാജയമാണെന്ന് നരേന്ദ്രമോദിയും BJPയും തിരിച്ചറിയുന്നിടത്താണ് ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നരേന്ദ്രമോദിയും BJPയും ബോധവാന്മാരാകുന്നത് എന്നുള്ളതാണ് BJPയുടെ ഭാഗത്തു നിന്നും മോഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്ത് നമുക്കറിയാം, ലോകത്തെ ഒരു രാഷ്ട്രത്തിൽ നിന്നും പരസ്യമായിട്ട്, ഇസ്രയേൽ ഒഴികെ ഒരു രാഷ്ട്രത്തിൽ നിന്നും പരസ്യമായ ഒരു പിന്തുണ, പാകിസ്ഥാനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അത് ഇന്ത്യ അങ്ങനെയായിരുന്നില്ല. 2008 ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ നിലപാടുകൾ എടുത്തപ്പോൾ ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ പറഞ്ഞത്. പക്ഷെ ഇപ്രാവശ്യം ഇന്ത്യയും പാകിസ്ഥാനെയും താരതമ്യപ്പെടുത്തുകയും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഒരു നിലപാടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഉണ്ടായത്. പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള യാതൊരു നീക്കവും മറ്റു രാജ്യങ്ങളിൽ സൃഷ്ടിക്കാൻ ഇന്ത്യയിലെ വിദേശകാര്യ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഇന്ത്യയിലെ വിദേശ മന്ത്രാലയത്തിൽ മാത്രവുമല്ല, ഡെലിഗേഷൻ മടങ്ങിയതിനു ശേഷം സൈനിക മേധാവിക്ക് വിരുന്നു കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാനെയും ഇന്ത്യയും ഒരേ തലത്തിൽ കാണുക എന്നുള്ളത് കഴിഞ്ഞ 20 വർഷം ലോകരാഷ്ട്രങ്ങൾ പുലർത്തി വന്ന, 2014 വരെ ലോകരാഷ്ട്രങ്ങൾ പുലർത്തി വന്ന നയത്തിന് കടകവിരുദ്ധമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റുമാർ പോലും മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ സന്ദർശിക്കുമ്പോൾ പാകിസ്ഥാനെ സന്ദർശിക്കുമെങ്കിൽ 2000-ന് ശേഷം, 98-ന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ വിദേശ നേതാക്കന്മാർ ഒന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന പതിവ് അവസാനിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനെയും അല്ല, ഇന്ത്യയും ചൈനയുമായിട്ടാണ് അവർ താരതമ്യം ചെയ്യുന്നത്. അവിടെ നിന്നും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തരത്തിൽ കാണുന്ന, അതിനും അപ്പുറം പാകിസ്ഥാനെ ഒരു വലിയ സഖ്യകക്ഷിയായി കാണുന്ന, പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ച് ലഞ്ച് കൊടുക്കുന്ന തലത്തിലേക്ക് അമേരിക്കയുടെ ഒക്കെ നിലപാടുകൾ മാറുമ്പോൾ അത് ഇന്ത്യൻ വിദേശകാര്യ നയത്തിന്റെ വലിയ പരാജയമാണ്. ആ വലിയ പരാജയത്തെ നേരിടാൻ ശശി തരൂരിന്റെ അനുഭവ സമ്പത്തിന് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? തീർച്ചയായും BJPക്ക് അങ്ങനെ ഒരു നേതൃദാരിദ്ര്യമുണ്ടോ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്ന കാര്യം കഴിഞ്ഞ തവണ തരൂർ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് BJP പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടാണ് ആ ചോദ്യം ഉയർന്നു വരാത്തത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഈ വോട്ട് വൈബിന്റെ സർവേ ഫലം റീട്വീറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തൻ്റെ അവകാശവാദം ഉറപ്പിക്കുക എന്നതാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി നോക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പയറ്റുന്ന തന്ത്രമല്ല അദ്ദേഹം ഇപ്പോൾ പയറ്റുന്നത്. ഈ തിരുവനന്തപുരത്ത് ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ കഴിയുമെന്ന് തരൂർ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഹമാസ് പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നേരത്തെ എല്ലാവരും ഏറെക്കുറെ MP-മാർ 1,00,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കഷ്ടിച്ച് കടന്നുകൂടി എന്ന ഒരു സാഹചര്യമൊക്കെ ഇരിക്കുന്നു. മാത്രവുമല്ല, നിലമ്പൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അപ്രസക്തനായി തരൂർ മാറുന്ന സാഹചര്യമൊക്കെ. അപ്പോൾ പോലും കേരള രാഷ്ട്രീയത്തിലൊരു പരീക്ഷണത്തിനാണ് തരൂർ തയ്യാറെടുക്കുന്നതെങ്കിൽ നേരത്തെയും പിണറായി സ്തുതി നടത്തിയ ശീലമുള്ള തരൂർ ആ വിധത്തിൽ ശ്രമിക്കാമല്ലോ. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. മോദി സ്തുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് തരൂർ ചെയ്യുന്നത് എന്നതുകൊണ്ട് കേരളം എന്ന ലക്ഷ്യം തരൂർ ഉപേക്ഷിച്ചു. ഡൽഹി കേന്ദ്രീകരിക്കുന്നു തരൂർ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ശശി തരൂര് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ആഗ്രഹിച്ച് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചതായിട്ടറിയില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, ചിലപ്പോൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും,
ചിലരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നെ ഹമാസ് പരാമർശം കേരളത്തിലെ നേതാക്കളെയൊക്കെ അദ്ദേഹം പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഹമാസ് പരാമർശം അത് മുസ്ലിം ലീഗ് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, സഹകരിക്കാൻ തയ്യാറുമാണ് ഇപ്പോഴും മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം ലീഗിന് എന്തുകൊണ്ടും അടുത്ത ഭരണം കിട്ടിയാലേ പറ്റൂ. അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് രണ്ടാം കക്ഷിയായ മുന്നണിക്ക് ഭരണം കിട്ടണം. അതിനുവേണ്ടി എന്ത് നീക്കം നടത്താനും മുസ്ലിം ലീഗ് തയ്യാറാണ്. കാരണം മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരുന്ന് മടുത്തു, ഭരണം കിട്ടിയാലേ പറ്റൂ. അധികാരത്തിൻ്റെ ശീതള ചായയില്ലാതെ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാനാവില്ല, കോൺഗ്രസിനും ആവില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം തന്നെ. ഇത് ശശി തരൂരിൻ്റെ വിഷയം ഒന്ന് മാത്രം. പക്ഷേ ശശി തരൂർ അദ്ദേഹം ഈ പറയുന്നത് പോലെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടണമായിരുന്നു, ഒരു പ്രസക്തി കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാൻ പോലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം തയ്യാറല്ല. നിസാം സെയ്ദ് പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നോക്കിക്കേ, ദേശീയ നേതൃത്വം അങ്ങേയറ്റം ദുർബലമാണ്. ആ ദുർബലമായ നേതൃത്വത്തിന് ശശി തരൂരിനെ പോലെ പ്രസക്തിയുള്ള, ശക്തനായ, കരുത്തനായ, നന്നായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവിനെ സഹിക്കാൻ പറ്റത്തില്ല. അതുതന്നെയാണ് അവിടെ പ്രശ്നമായത്. ഇത് ശരിക്കും പറഞ്ഞാൽ കപിൽ സിബലിനെ പോലെ, ഗുലാം നബി ആസാദിനെ പോലെ എത്രയോ നേതാക്കന്മാർ, നല്ല ഒന്നാം തരം നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് പോയി. അവരെയൊക്കെ വിട്ടത് എന്തിനാണ്? നിങ്ങൾ പൊയ്ക്കോട്ടെ, അവർ പോട്ടെ എന്ന് പറഞ്ഞെന്താ? ഞങ്ങൾക്കൊന്നും കൂടെ വലിയ ആകാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കരുതിയത് എല്ലാം വളരെ ഉയരം കുറഞ്ഞ, ഒരു ശക്തിയുമില്ലാത്ത ദുർബലരായ കുറേ നേതാക്കന്മാരുടെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയിരിക്കുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് ശശി തരൂരിനെ പോലെ ഈ ആഗോള പൗരനെന്നൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ കുറേ പേരൊക്കെ. അവരൊക്കെ കളിയാക്കുന്നത് എന്താണ്? ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ളൊരു നേതാവ് തല ഉയർത്തി അമേരിക്കയിലും ജർമ്മനിയിലും ലണ്ടനിലുമൊക്കെ പോയി പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഇച്ചിരി കൊതിക്കറുമൊക്കെ ആയിട്ട് നടന്നിട്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ നോക്കുന്നത്, അദ്ദേഹം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അവരുടെ തൊഴിലാക്കി മാറ്റി. അതുകൊണ്ട് മടുത്തായിരിക്കണം ശശി തരൂർ ഇതിനൊക്കെ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നിലപാട് അദ്ദേഹം എടുക്കുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ദേശീയത, രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് അപകടം പിടിച്ച വാക്കുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ. അപകടം പിടിച്ച വാക്കുകളാണ്. അത് കോൺഗ്രസ്സുകാർ പ്രയോഗിക്കരുതാത്തതാണ്. കോൺഗ്രസ്സുകാരുടെ പദപ്രയോഗങ്ങളല്ല അത്. നെഹ്റുവിയൻ സാമ്പത്തിക ശാസ്ത്രം, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രീതി, സോഷ്യലിസ്റ്റ് ഭരണക്രമം, അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം തുടങ്ങുന്നത് അവിടെയാണ്. ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ തുടങ്ങിയ ജവഹർലാൽ നെഹ്റു എന്ന വലിയ നേതാവ്, അങ്ങേയറ്റം ഉയർന്ന ലോകമെങ്ങും നിറഞ്ഞു നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് കോൺഗ്രസ്സിന് നൽകിയ മികച്ച വലിയ സംഭാവനകൾ, ആ സംഭാവനകളെ തിരസ്കരിക്കുന്ന രീതിയിലേക്കാണ് ശശി തരൂർ സംസാരിക്കുന്നത്. ആ വർത്തമാനം ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നതല്ല എന്ന് തന്നെയാണ് സത്യം. ആ സത്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. ശരി, ശ്രീ കെ ഷാജി, ഇവിടെ ഇപ്പോൾ തരൂർ BJP പാളയത്തിൽ എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോഴും BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് തൻ്റെ മുന്നിൽ ആപ്ലിക്കേഷനൊന്നും വന്നിട്ടില്ല, ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ്. ഇന്ന് BJPയുടെ ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ നൽകി അക്കോമഡേഷൻ നൽകുന്നു, അല്ലെങ്കിൽ BJPയിലെത്തിയ പ്രമുഖർക്ക് അക്കോമഡേഷൻ നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സന്ദേശമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പുകൾക്ക് BJP ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്ത് എന്നാണ് മനസ്സിലാകുന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നു, ആ സാഹചര്യമൊക്കെ നിൽക്കുന്നു. അപ്പോൾ BJPയിൽ വരുന്നവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്, അവർക്ക് അർഹമായ പരിഗണനയുണ്ട് എന്ന സന്ദേശം തരൂരിന് കൂടി ഉള്ള സന്ദേശമായി നമ്മൾ കാണണമോ? നമ്മളിവിടെ നോക്കുക, തീർച്ചയായിട്ടും BJPയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന പ്രസിഡന്റോ അറിഞ്ഞോളണമെന്നില്ല. ഇപ്പൊ ശശി തരൂരിനെ പോലെ നമ്മളിപ്പോ പറയുന്ന കുറെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു വലിയ വിശ്വപൗരനാണ്, വലിയ ആളാണ്, വലിയ സംഭവമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡൽഹിയിൽ നേരിട്ടാണ്, അല്ലാണ്ട് സംസ്ഥാന പ്രസിഡന്റോ ഇവിടുത്തെ ആളുകളോ അല്ല.
അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ അനുമാനത്തിന് വലിയൊരു പാക്കേജാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിൽ വലിയൊരു വാക്കുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാവുന്നു, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ പ്രതിച്ഛായ മോശമാവുന്നു. ഈ സാഹചര്യത്തിൽ BJPക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ സെൻസ് ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അറിയുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്തുതിപാടുകൾ പറയുന്ന പോലെ ഗംഭീരമായി ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അവിടെ താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് താൻ തന്നെയാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ചില ഹിന്ദികൾ കൊടുക്കുന്നത്. കാരണം കോൺഗ്രസും അല്ലെങ്കിൽ മതേതര പാർട്ടികളും പറയുന്ന ദേശീയതയ്ക്കപ്പുറത്ത് BJPയുടെ ദേശീയത തനിക്ക് ഓക്കെയാണെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിക്കെതിരെ പുസ്തകം എഴുതിയ ആളാണ്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ഈ അടിയന്തരാവസ്ഥക്കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. നിരക്ഷരനായിട്ടൊരു മനുഷ്യനോ രാഷ്ട്രീയമായിട്ട് നിരക്ഷരനായിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വന്നാണ്. അദ്ദേഹം വന്നതിന് ശേഷം കോൺഗ്രസിനൊന്നും കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വരുന്നതിന് മുന്നുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുന്നു, കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയി, ഇത് ശരിയല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് BJPയുടെ ദേശീയതയാണ് തന്റെ ദേശീയത. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഇടതുപക്ഷ സമീപനം, സാധു മനുഷ്യരോടുള്ള മനോഭാവം, ജനങ്ങളോടുള്ള മനോഭാവം അതല്ല തന്റെ മനോഭാവം. തന്റെ മനോഭാവം നിയോ ലിബറലുകളോടും അദാനിയെ പോലുള്ള ആളുകളോടും അവരോട് ഒട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് തന്റേത്. അങ്ങനെ BJPക്ക് സ്വീകാര്യ ഏതൊരർത്ഥത്തിലും സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, സാമൂഹിക കാര്യങ്ങളിലാകട്ടെ, ചരിത്രവും ദേശീയതയും സംബന്ധിച്ച കാര്യങ്ങളിലാകട്ടെ, അന്താരാഷ്ട്ര വിഷയങ്ങളിലാകട്ടെ BJPക്ക് പറ്റിയ ആളായിരിക്കും, അല്ലെങ്കിൽ താൻ ഇനി മേലാൽ ഒരു ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തത്. ഒപ്പം തന്നെയാണ് ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ 50-ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ BJP വളരെ കൃത്യമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് അടിയന്തരാവസ്ഥ. ആ സംഭവത്തിൽ BJP കൂടുതൽ അവർ പറയുന്ന കാര്യത്തിൽ കുറച്ച് ക്രെഡിബിലിറ്റി കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ എല്ലാം കൂടി അദ്ദേഹം സ്വയം വിനീത വിധേയനായി BJPയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പുഷ് കോൺഗ്രസിൽ നിന്ന് കൊടുക്കണം. കാരണം നിങ്ങൾ അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തള്ളി അവിടെ എത്തിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു അവഗണിക്കുന്ന ഒരു രീതിക്ക് അതൊരു രാഷ്ട്രീയമാണ്, അവഗണനയുടെ രാഷ്ട്രീയം. അപ്പൊ ആളുകൾ പറയുന്നു കോൺഗ്രസ് വളരെ ദുർബലമായി, കോൺഗ്രസിന്റെ അഗ്രേ നേതൃത്വം ദുർബലമായി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഉദാഹരണമായിട്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകളെയാണ്. അവരെന്ത് ഭക്തരമായ കാര്യമാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ സംവിധാനത്തെ തകർക്കുന്നതിന് വളരെ കൃത്യമായ സമീപനമെടുത്ത ആളുകളാണ്. പക്ഷേ കപിൽ സിബൽ വേറെ ഒരാളാണ്. അദ്ദേഹം ഇന്നും കോൺഗ്രസിന് പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പുറത്തു പോയതേ ഉള്ളൂ. പക്ഷേ ഈ ശശി തരൂരിനെ പോലെ, ഈ ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകൾ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോൺഗ്രസ് ബാക്കിയുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കോൺഗ്രസ് ആയിരിക്കും ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഒക്കെ പ്രതീക്ഷ. കാരണം ശശി തരൂർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹം അംബേദ്കറെ കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിലേക്ക് അവർ ക്ഷണിച്ചു പോയിട്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ആളാണ്. ആ മനുഷ്യനാണ് ഇന്ന് ഇതിനെല്ലാം തന്റെ തന്നെ ഒരു സമീപ ഭൂതകാലത്തെ മൊത്തത്തിൽ റദ്ദ് ചെയ്തുകൊണ്ട് BJPക്ക് അനുകൂലമായി സംഘപരിവാറിന്റെ നരേറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പോണ്ടേ? ഇപ്പൊ ചില ആളുകളെ തടഞ്ഞു വെക്കുന്നതിനൊന്നും കാര്യമില്ല എന്നതാണ് ശ്രീ നിസാം സെയ്ദ്. അതാണ് നോക്കൂ, ഇനി ഇലക്ഷൻ കാലമാണ് വരാൻ പോകുന്നത്. ബീഹാർ ഇലക്ഷൻ രംഗത്ത് രാഹുൽ ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളും തരൂരിന്റെ വാദങ്ങൾ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ തരൂരിന്റെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടി ഖണ്ഡിക്കുകയാണ് BJP ചെയ്യുന്നത്. ഇവിടെയും നോക്കൂ, തരൂർ പ്രവർത്തക സമിതി അംഗമായ തരൂർ പറയുന്നത് അതിന് മറുപടി പറഞ്ഞ് സമയം കളയേണ്ട അവസ്ഥയിൽ കോൺഗ്രസ് നേതാക്കൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിന് സമയം കളയാതെ നടപടിയെങ്കിൽ നടപടി, എളുപ്പം തീർപ്പാക്കുന്നതല്ലേ കോൺഗ്രസിന് നല്ലത്? നിലപാട് എന്നെങ്കിലും പറയാം. നിലപാട് എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം ശശി തരൂരിനെ രക്തസാക്ഷിയാകാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്നുള്ളതാണ്. ശശി തരൂരിന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. പക്ഷെ ശശി തരൂരിന് കോൺഗ്രസിന്റെ രക്തസാക്ഷിയായി തന്റെ രാഷ്ട്രീയ രംഗത്തേക്കോ പൊതുരംഗത്തേക്കോ വരിക എന്ന് പറയുന്ന കാര്യം, അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അദ്ദേഹം നരേന്ദ്രമോദിയിലേക്ക് പോകണമെങ്കിൽ, നരേന്ദ്രമോദിയുടെ തരുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ താൻ കോൺഗ്രസിന്റെ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് വളരെ സുഖകരമായ കാര്യമായിരിക്കും. അത് അനുവദിക്കാതിരിക്കുക എന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അത് ബുദ്ധിപരമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നീക്കം ഇപ്പോൾ ബുദ്ധിപരം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി തരൂർ ആത്മഹത്യ ചെയ്യുമോ അതോ കോൺഗ്രസ് മടുത്തൊടുവിൽ രക്തസാക്ഷിയാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇടവേള കുറഞ്ഞു വരികയാണ്. ദിവസവും തരൂർ വാർത്തകളിൽ നിറയുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.